കൃഷ്ണൻ അവരോട് പറയുന്നുണ്ട്, ഗോപികമാരെ ക്ഷമിക്കണം, ഞാൻ വൃന്ദാവനത്തിൽ വരാം എന്നൊക്കെ പറഞ്ഞു, എനിക്ക് പക്ഷെ വരാൻ കാലം അനുവദിച്ചില്ല എന്നെ. എന്നിട്ട് അവരെ ആശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചതൊക്കെ ചോദിച്ചു, എന്ത് വരം ആണ് ഞാൻ തരേണ്ടത്, എന്ത് വരം വേണമെങ്കിലും ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ കൃഷ്ണൻ അവരോട് വരം ചോദിക്കാൻ പറയാണ്. ആ സമയത്ത് അവർ ചോദിക്കുന്ന ഒരു വരമുണ്ട്. ഇതാണ് നിങ്ങളൊക്കെ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും ഭഗവാനോട് ചോദിക്കേണ്ടത് അതാണ്. ഗോപികമാര് ചോദിച്ചതാണ്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃഷ്ണാവതാരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച ഉടനെ, കൃഷ്ണന്റെ അവതാരം നടന്ന ഉടനെ തന്നെ ഭഗവാൻ ശംഖുചക്ര കഥാരൂപം കാണിച്ചു. ഭഗവാന്റെ അവതാരം നടന്ന ഉടനെ തന്നെ അച്ഛനും അമ്മയും നോക്കുമ്പോണ്ട് പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതി സുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഭഗവാൻ ഒരു നിമിഷം ശംഖചക്ര കഥാരൂപത്തിൽ നിന്നോടെ. എന്തിനാണ് ഭഗവാൻ ശംഖചക്ര കഥാരൂപത്തിൽ നിന്നത് എന്നാണെങ്കിൽ ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നിങ്ങളൊക്കെ ഭഗവാന്റെ ചതുർഭുജ രൂപം കാണാറുണ്ട്. ഈ ചതുർഭുജ രൂപത്തെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് ഇതെല്ലാം ചില തത്വങ്ങളുടെ പ്രതീകമാണെന്ന്. എന്താണ് ഈ ചതുർഭുജ രൂപം എന്നാൽ? പുരുഷാർത്ഥത്തിന്റെ പ്രതീകമാണ് ചതുർഭുജം. ഓർത്തോണം, പുരുഷാർത്ഥം സനാതന ധർമ്മത്തിന്റെ കാതലായ വശമാണ് പുരുഷാർത്ഥം. ഈ വാക്ക് നിങ്ങൾ നാരായണീയത്തിൽ കാണും, 1-ാമത്തെ ശ്ലോകത്തിൽ കാണും. 1-ാമത്തെ ശ്ലോകം ചൊല്ലു എല്ലാവരും. സാന്ദ്രാനന്ദാഭബോധാത്മകമനുപമിതം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥം. പുനരുരു പുരുഷാർത്ഥം. ഇപ്പൊ പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷാർത്ഥം എന്നാൽ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാണ് പുരുഷാർത്ഥം. എന്താണ് പുരുഷാർത്ഥം? ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെയാണ് പുരുഷാർത്ഥം എന്ന് പറയാം. ഇപ്പൊ ധർമാർത്ഥ കാമ മോക്ഷം ഒന്ന് പറയൂ എല്ലാവരും. ഇത് നമ്മളെ ഹിന്ദു സമൂഹത്തിന് വ്യക്തമായൊരു ബോധമുണ്ടാവണം. എന്താണ് ധർമാർത്ഥ കാമ മോക്ഷം? അതിലാദ്യത്തേതാണ് ധർമ്മം. ധർമ്മത്തിന്റെ പ്രതീകമാണ് ശംഖ്. ഭഗവാന്റെ കയ്യിലുള്ള 4 സാധനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇടത് കൈയിൽ ശംഖ്, താഴെ ഗദ, വലത് കൈയിൽ താഴെ താമര, വലത് കൈയിൽ മുകളിൽ ചൂണ്ടുവിരലിൽ ചക്രം, സുദർശന ചക്രം. അങ്ങനെയല്ലേ? ആണോ? ഈ ശംഖ് എന്തിന്റെ പ്രതീകമാണ്? ധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പരമമായ ധർമ്മമാണ് അനുഷ്ഠാനം, മന്ത്ര അനുഷ്ഠാനം. അതുകൊണ്ട് ഈ ശംഖ് പ്രതിനിധാനം ചെയ്യുന്നത് വേദത്തെയാണ്, അല്ലെങ്കിൽ പ്രണവത്തെയാണ്. ശംഖ് വിളിച്ചാൽ ഏത് ശബ്ദം വരിക? ഏത് ശബ്ദം വരിക? ഓംകാര ശബ്ദം വരും. അപ്പൊ ദിവസവും മന്ത്രാനുഷ്ഠാനം നമ്മുടെ ജീവിതത്തിൽ വേണം. അനുഷ്ഠാനങ്ങളില്ലാതെ ഒരിക്കലും ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. നിങ്ങൾക്ക് മനോബലം വേണോ, നിങ്ങൾക്ക് മനസ്സിന് ഏകാഗ്രത വേണോ, മനസ്സിന് സന്തോഷം വേണോ എങ്കിൽ ദിവസവും കൃത്യമായ അനുഷ്ഠാനം വേണം. അതാണ് ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നത്. കാലത്ത് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രനാമവും ചൊല്ലുന്ന ഒരു സംസ്കാരം നമുക്ക് രൂപപ്പെടുത്തിയാലേ അതാണ് നമ്മുടെ പരമമായ ധർമ്മം. ഏതാ പരമധർമ്മം? യഥോ ഭക്തിരടോക്ഷജേ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 2-ാം അധ്യായത്തില് 6-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഏറ്റവും പരമമായ ധർമ്മം യഥോ ഭക്തിരതോക്ഷജേ അഹൈതുക്യ പ്രതിഗത ആത്മാ സംപ്രസീദതി. ഏറ്റവും പരമമായ ധർമ്മം ഡെയിലി നമ്മുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കുകയാണ്. സമയമില്ല എന്നൊരിക്കലും പറയരുത്. കാരണം നിങ്ങൾക്ക് ഏകാഗ്രത വേണോ, ജപിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് മനോബലം വേണോ, ജപിക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മനസ്സിന് പരിവർത്തനമുണ്ടാക്കുന്ന
അനുഷ്ഠാനങ്ങൾ നമ്മൾ കൃത്യമായി ഉറക്കെ പറയൂ നിങ്ങൾ കൊണ്ടു നടക്കണം. അനുഷ്ഠാനം വേണം. ഇത് നമ്മൾ എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നെല്ലാവരും ഒന്ന് അക്ഷീണം പ്രവർത്തിക്കണം. മനസ്സിലായില്ലേ? ഒരു കാര്യം നിങ്ങൾ നോക്കൂ, അത് വളരെ സത്യമാണത്. നേരത്തെ ആദരണീയനായ നമ്മൾ ആദരിച്ച അധ്യാപകരിൽ പ്രധാനിയായിട്ടുള്ള മാഷ് നമ്മളോട് പറയുണ്ടായി, എന്താണ് ഗുരുത്വമില്ലെങ്കിലുണ്ടാകുന്ന നാശങ്ങളെക്കുറിച്ച്. ഒരു ഗുരുവിനെ വന്ദിക്കേണ്ട സമയത്ത് വന്ദിച്ചില്ല എങ്കിൽ അത് പിന്നീട് അവനവന് തന്നെ ഒരു നാശത്തിലേക്ക് അങ്ങനെയുള്ള ബ്രഹ്മഹത്യ ദോഷം പോലുള്ള ഒരു ബ്രഹ്മരക്ഷസായി വന്നു എന്നുള്ള കഥ പറഞ്ഞത്. ഇത് സത്യമാണത്. ചില സത്യങ്ങളെ, ധർമ്മങ്ങളെ ആരെതിർത്ത് നിന്നാലും കാലം ഇതെല്ലാം മാറ്റി തിരിച്ചു കൊണ്ടുവരും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. എനിക്ക് ഈ കേരളത്തിലുള്ള നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ എങ്ങനെയെങ്കിലും ഈ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊന്ന് പരിശ്രമിക്കേണ്ടതാണ്. കാരണം ഇതൊരു വലിയൊരു വീഴ്ചയിലേക്ക്, ഇന്നത്തെ ഈ രാഷ്ട്രീയവും ഇന്നത്തെ ചുറ്റുപാടും ഇന്നത്തെ ഈ സാഹചര്യങ്ങളും കുട്ടികളെ വളരെയധികം ഒരു വലിയ വേലിയേറ്റത്തിൽപ്പെട്ട കുട്ടികളെ പോലെ അവരങ്ങോട്ട് പോവുകയാണ്. നമ്മളിൽ നിന്ന് അമ്പലത്തിലൊക്കെ വരുന്നത് തൊഴുന്നുണ്ടെങ്കിലും നാമജപ സംസ്കാരം നമ്മുടെ കുട്ടികളിൽ വളരെ അവർക്ക് പറയൂ കുറവാണ്. അതുകൊണ്ടാണ് ഈ വർഷം ഒക്ടോബറിൽ 10,000-ഓളം ആളുകൾ ഒന്നിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നൊരു പരിപാടി ഗുരുവായൂരിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. ഒരാളെങ്കിലും 10 പേരിലേക്ക് ലളിതാ സഹസ്രനാമം എത്തിക്കുകയാണെങ്കിൽ കുട്ടികളെ കൊണ്ട് നമുക്കൊരു വലിയൊരു മാറ്റം, മനസ്സിലായില്ലേ, ഇവിടെ അത് സംഭവിക്കണം. പിന്നെ ഇവിടെ അങ്ങോട്ട് പൊയ്ക്കോളും. ഞാനിത് ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ണൂരിലുള്ള 1-2 ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു നമുക്കിത് കണ്ണൂരിലും സംഘടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കാം. ഉറപ്പാണ് എനിക്കിത് സംഭവിക്കുന്നുള്ളത്. ഈവൻ അടുത്ത വർഷം ചെട്ടിക്കുളങ്ങരയിലെ ഇത് അവർ 100,000-ഓളം ആളുകളെ പങ്കെടുപ്പിക്കാനാണ്, ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ടുവരാനാണ് അവർ പദ്ധതി ഇടുന്നത്. അങ്ങനെയൊക്കെയുള്ള പദ്ധതികളൊക്കെ ഇപ്പോഴേ അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റം ഉണ്ടാവും. അത് ഒരു വ്യക്തിക്കോ 2 പേർക്കോ സാധിക്കുന്നതല്ലത്. അതിനൊരു കൂട്ടായ പരിശ്രമം വേണം. അക്ഷീണം പ്രവർത്തിക്കണം. എന്തായാലും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നല്ലതൊക്കെ ചെയ്തു വെച്ച് പോവല്ലേ നല്ലത്? ആണോ? വേണോ വേണ്ടയോ? അപ്പൊ ഒരു 10 പേരിലേക്കെങ്കിലും ഈ ഒരു സംസ്കാരത്തെ, നിങ്ങൾ ഒന്നും വേണ്ട, നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമവും ബാക്കിയൊക്കെ ഇങ്ങോട്ട് വന്നോളും. ബാക്കി പിന്നീടൊക്കെ ഗീതയും ഭാഗവതമൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഒരിക്കൽ ഈ ലൈനിലേക്ക് വന്നാൽ പിന്നെ മറ്റൊരു ലൈനിലേക്ക് അവർക്ക് അങ്ങനെ ആകർഷണം തോന്നുകയില്ല. മനസ്സിലായില്ലേ? ലഹരിക്കുള്ള ഏറ്റവും നല്ല മരുന്ന് നാമലഹരി ഉള്ളിൽ കയറിയാൽ മറ്റു ലഹരിയുടെ സ്വാധീനം ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ നോക്കൂ, ഗവൺമെന്റ് എത്രമാത്രം ലഹരിക്ക് വിരുദ്ധമായി പ്രസ്താവന നടത്തിയാലും ഒരു സത്യം ഞാൻ പറയാം, അവരെ ഇതിന്റെ വിൽപ്പനക്കാരായി മാറുകയാണ്. ഈ ലഹരിക്കെതിരെ നിൽക്കുന്നവര് തന്നെ അവരെ രണ്ടടിച്ചിട്ടാണ് ഇതിന്റെ. നിങ്ങൾ നോക്കൂ, എത്ര അപഹാസ്യമാണത് എന്നുള്ളത്. ആണോ അല്ലയോ? ഇതിനെതിരെ നിൽക്കുന്നവന്റെ കാറിൽ നിന്ന് പിടിക്കുന്ന ലഹരിയാണ്. പിന്നെ എന്ത് ലഹരി വിരുദ്ധാമം പറയുന്നത്? ഒരു വശത്ത് ഗവൺമെന്റ് ലഹരിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു, വേറെ വശത്ത് ലഹരി പ്രൊമോട്ട് ചെയ്യുന്ന മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് കുടിപ്പിച്ചിട്ടുള്ള പൈസ കൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾ? ഇവർക്കൊക്കെ എന്ത് ധാർമ്മികതയിൽ പറയാൻ പറ്റൂത്? മനസ്സിലാവേണ്ട നിങ്ങൾക്ക്. ഇതിലൊരു മാറ്റം ഉണ്ടാക്കണ്ടേ? വേണോ വേണ്ടയോ? അതിനൊരു കൂട്ടായ പരിശ്രമം വേണം. അതാണ് കർമായ നിർമ്മാണ ശ്രീ. നിർമ്മാണ കർമായ ശ്രീ എന്നാണ്. ഒരുമിച്ച് നിർമ്മാണങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് കൂട്ടായ പ്രവർത്തനം വേണം. ഇതിനെ കൃഷ്ണൻ വിളിക്കുന്നത് യജ്ഞം എന്നാണ്. എന്താണ്? സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാഗ പ്രജാപതി അനേന പ്രസവിഷ്യദ്വം. 3-ാം അധ്യായം ഗീത 11-ാം ശ്ലോകം. ഗീത 3-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകത്തിൽ പറയുന്നു, സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യദ്വം ഏഷവോത്തിഷ്ഠ കാമതക്ക്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് മാറ്റിമറിക്കാൻ എന്തേ വേണ്ടു? സഹയജ്ഞ, സഹവർത്തിത്വത്തോടു കൂടിയിട്ടുള്ള യജ്ഞം. അപ്പോഴെന്തായി? അതൊരു കാമധേനുവായി മാറുന്നതാണ്. കാമധേനു എന്ന് പറഞ്ഞാൽ
എന്താവശ്യപ്പെടുന്നു അത് തരാൻ കഴിയുന്ന ഒരു പശുവിന്റെ പേരാണ് ഏഷവോ ഉത്തിഷ്ഠ കാമദക്കെന്നാണ്. അതൊരു കാമധേനുവായി മാറുന്നു. അപ്പൊ അതിലുണ്ടാകുന്ന ഒരു വൈബ്രേഷൻ, പോസിറ്റീവ് വൈബ്രേഷൻ, അതിലുണ്ടാകുന്ന ഒരു കണക്ഷൻ, അതിലുണ്ടപ്പോൾ വൈഫൈ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈൻ കണക്ഷൻ, അത് ഉണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പ് കുട്ടികളിലൊക്കെ ഒരു വലിയ കോൺഫിഡൻസ് അതുണ്ടാക്കും, ഒരു ഓറ അതുണ്ടാക്കും. മനസ്സിലായില്ലേ? അവരിലൊരു കവചം അത് സൃഷ്ടിക്കും, ഒരു നാരായണ കവചം സൃഷ്ടിക്കും. അത് അവരുടെ ജീവിതത്തെ തന്നെ സംരക്ഷിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു സംരക്ഷണ വലയമായി ഉറക്കെ പറയൂ മാറും. വേണ്ടയോ? അതാണ് ഈ ഭഗവാന്റെ ശംഖിൽ നിന്നും പഠിക്കുന്നത്. അമ്പലം തുറക്കുന്നതിന് മുമ്പ് ആദ്യം ശംഖ് വിളിച്ചുകൊണ്ടാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മന്ത്രത്തെയാണ്, നാമത്തെയാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമസങ്കീർത്തനമാണ്. ഏതാണ്? നിങ്ങൾ ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയാൽ ഭഗവാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? നാമം ജപിക്കുന്ന മനസ്സാണ് ഭഗവാന് വേണ്ടത്. നാമമില്ലാതെ നിങ്ങൾ വെറുതെ തൊഴുതുപോയാൽ ഭഗവാൻ നിങ്ങളെ അവഗണിക്കും, ഭഗവാൻ നിങ്ങളെ കണക്കാക്കില്ല. അതുകൊണ്ട് നാമസ്മരണം, നാമസങ്കീർത്തനം, മനസ്സിലായില്ലേ? ഭാഗവതത്തിലും ഗീതയിലും ആവർത്തിച്ച് പറയുന്നതാണ് ഇത്. ഉറക്കെ പറയണം, നാമസങ്കീർത്തനം. ഇത് നമ്മൾ മനസ്സിലാക്കി പ്രചരിപ്പിക്കണം. രണ്ടാമത്തതാണ് ഗദ. ഗദ കർമ്മത്തിന്റെ പ്രതീകമാണ്. രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർക്കണം. ഒന്ന്, ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം പ്രതികർമ്മങ്ങളുടെ കർമ്മം ഒരു ചക്രമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കടന്നു വരുന്ന ദോഷങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ നിങ്ങളിനി എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു, എന്തിനനുഭവിക്കുന്നു ചോദിച്ച് സമയം കളയരുത്. കാരണം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണം. അത് കടന്നു വന്നേ പറ്റുള്ളൂ. അപ്പൊ കർമ്മങ്ങൾക്കെല്ലാം കർമ്മദോഷങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിനെ പൂർവജന്മ പാപം എന്നൊക്കെ വിളിക്കുന്നത്. പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ ജന്മത്തിന്റെ ആണെന്ന്. അങ്ങനെയല്ല. പൂർവം ചെയ്തിരിക്കുക, ഈ ജന്മത്തിൽ പൂർവം മുമ്പ് ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾക്കെല്ലാം പ്രതിപ്രവൃത്തികൾ വരുമ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? കഴിയുന്നതും നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന കർമ്മഫലം നല്ലതായിത്തീരും. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. വരുന്നതിനെ നേരിടാനുള്ള കരുത്തും വേണം, ഇനി നല്ലത് വരാനുള്ള കർമ്മവും ചെയ്യണം. അതിൻ്റെ പേരാണ് സത്കർമ്മങ്ങൾ. നമ്മളാലാവുന്ന വിധത്തിൽ നല്ലതെല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ, അതിനാണ് ഈ കൂട്ടായ നാമജപങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോഴല്ലോ ഈ കർമ്മത്തിന്റെ ഏറ്റവും വലിയൊരു ശക്തി, അത് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്. അതാണ് ഭഗവാൻ നമുക്കൊരു വഴിയായി, മുന്നിലേക്കുള്ള വഴിയായി, വെളിച്ചമായി കാണിക്കുന്നത്. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഈ കർമ്മത്തിന്, നല്ല കർമ്മത്തിന് അതിൻ്റെതായ ഒരു ശക്തി, അതിൻ്റെതായ ഒരു അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ, എല്ലാവരുടെ കൂടെയുണ്ട്. എല്ലാവരുടെ കൂടെയും നമ്മൾ നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ഏതെങ്കിലും വിധത്തിൽ അതൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതെങ്ങനെ നടക്കുന്നു ഏതെന്നൊക്കെ ചോദിക്കരുത്. ആരെങ്കിലും അതിനൊക്കെ ഒരു നിമിത്തമായി അതെങ്ങനെ സംഭവിക്കും. മനസ്സിലാവുണ്ടല്ലോ? അതങ്ങനെ സംഭവിക്കുകയാണ്. എങ്ങനെ സംഭവിക്കണോ എനിക്കറിയില്ല, സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നല്ല കാര്യത്തിൽ മുഴുകും തോറും എല്ലാം നല്ലതായി നടക്കും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചിലർ പറയും ഒന്നും നടക്കണില്ല. അതെന്തുകൊണ്ടാണ്? നല്ലതിലൊന്നും നമ്മൾ അങ്ങോട്ട് ചേരുന്നില്ല. നല്ലതിൽ ചേർന്ന് നോക്കൂ. നിങ്ങൾ നല്ലതിൽ ചേരുമ്പോൾ അതൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല അനുഭവമുണ്ട്, ഉറപ്പുണ്ട്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാനത് അത്ര ഉറപ്പിച്ച് പറയുന്നത്. നല്ലതിൽ ചേർന്നാൽ ഒരുപക്ഷെ നടക്കേണ്ടതായ കാര്യങ്ങൾ നടന്നിരിക്കും, നടന്നേ പറ്റുള്ളൂ. അത് നടത്താൻ കാലം അതിനൊരു സംവിധാനം പുറകെ പറയൂ ഒരുക്കിയിട്ടുണ്ടാവും, എങ്ങനെങ്കിലും ഏതെങ്കിലും വിധത്തിൽ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷമവും വേണ്ട. മക്കളെ കല്യാണം നടന്നില്ല, അവരെ ഒന്നും വേണ്ട. നിങ്ങളങ്ങോട്ട് ഭഗവാനിലേക്ക് അങ്ങോട്ട്
അങ്ങോട്ട് മനസ്സ് വിട്ടുകൊടുത്താൽ ഭഗവാൻ തന്നെ അതിനൊരു ഉറക്കെ പറയോ വഴി കാണിച്ചു തരും. ഞാൻ സത്യത്തിൽ എൻ്റെ ഒരു അനുഭവം പറയണം. ഞാൻ കുംഭമേളയ്ക്ക് എനിക്ക് പോകാൻ പറ്റുന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. കാരണം സോ ഹെക്ടിക്. ഒരു സപ്താഹം കഴിഞ്ഞു നോ ഒരു ഡേറ്റ് പോലും എനിക്ക് ഫ്രീ ഇല്ല. ഇത് തുടങ്ങുന്നതിന് മകരസംക്രാന്തി ദിവസമാണ്. അന്ന് ഞാൻ മാവേലിക്കര സപ്താഹത്തിലാണ്. അത് കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ അപ്പോഴേക്കും മള്ളിയൂരിൽ പോവാതിരിക്കാൻ പറ്റില്ല. അവിടെ എല്ലാ വർഷത്തെ പ്രോഗ്രാമാണ്, കമ്മിറ്റഡ് ആണ്. അതിൻ്റെ നെക്സ്റ്റ് ഡേ അടുത്ത സപ്താഹം തുടങ്ങുകയാണ്. പിന്നെ ചെന്നൈയിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം വരെ ചെന്നൈയിൽ സപ്താഹമായിരുന്നു. ഒരു ഫ്രീഡവും ഇല്ല. അപ്പം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ നിങ്ങളുടെ നാളത്തെ മറ്റന്നാ പ്രോഗ്രാം കഴിഞ്ഞാൽ എനിക്ക് ഡൽഹിയിലാണ് പ്രോഗ്രാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് ഒരു സ്വാമിജി നമുക്ക് കുംഭമേളയ്ക്ക് എങ്ങനെയെങ്കിലും പോകണം, സ്വാമിജി എന്നെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, പോകാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു അതൊന്നും അറിയണ്ട, എപ്പോഴാണ് ഡൽഹിയിൽ പ്രോഗ്രാം ഇന്ന സമയത്ത് അവിടെ സ്വാമിജി പ്രോഗ്രാമിന് എത്തിയിരിക്കും, അതിനു മുമ്പ് നമ്മൾ കുംഭമേളയിൽ കുളിച്ചിരിക്കുന്നു. അതിനുള്ള വ്യവസ്ഥകളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ്. എല്ലാം വ്യവസ്ഥകൾ ചെയ്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതെങ്ങനെ ഏതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പം അവിടെ മുങ്ങണം എന്നൊരു നിയോഗം ഉണ്ടെങ്കിൽ അതിന് ഭഗവാൻ ഒരു വ്യവസ്ഥ ചെയ്തിരിക്കും. അതിനാരെങ്കിലും നിയോഗിച്ചിരിക്കും. അത് ഉറപ്പുള്ളൊരു കാര്യമാണത്. മനസ്സിലായില്ലേ? ഇതൊരു സംശയമില്ല, ഇതൊരു സത്യമായ കാര്യമാണ്. അപ്പൊ അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവരുടെ കാര്യത്തിലും. അപ്പൊ നല്ല കർമ്മങ്ങളിൽ മുഴുകുമ്പോൾ നടക്കേണ്ടതുണ്ടെങ്കിൽ എല്ലാം പറയൂ. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ചിന്തയുണ്ടാകരുതുമേ ചിന്തയാകുന്നു കാര്യവിനാശിനി. അനാവശ്യമായി ഒന്നിനെക്കുറിച്ചും അവർക്ക് പറയൂ. ഇതാരോട് പറഞ്ഞു? സുഗ്രീവൻ രാമനോട് പറയണം. അവതാരമൂർത്തിയെ രാമനോട്. രാമൻ ചോദിക്കുകയാണ് എങ്ങനെയാ കടൽ കടക്കാന്ന്. വെറുതെ ചിന്തിക്കേണ്ട, ഇരുന്നെന്തെങ്കിലും ഭജിക്കൂ, ജപിക്കൂ. രാമനോട് വ്രതമനുഷ്ഠിക്കാൻ പറയണം. അപ്പോഴാണ് വരുണൻ പ്രത്യക്ഷപ്പെടുന്നത്, വരുണൻ വഴി കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ പോണം, നളനെ കൊണ്ട് പാലം കെട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ ജീവിതത്തിൽ മുന്നോട്ട് പോവാനുള്ള എല്ലാ വഴികളും ഭഗവാൻ ഒരുക്കിയിട്ടുണ്ടാവും. അതിന് സാധിക്കട്ടെ. അതിന് നല്ല കർമ്മങ്ങളുടെ പ്രതീകമാണ് ഇത് ഗദ. ഇനി താമരയാണെങ്കിലോ അത് സമചിത്തതയുടെ പ്രതീകമാണ്. എല്ലാ തരത്തിലുള്ള അഴുക്കുകളിൽ, ചളിയിൽ അങ്ങനെ വളരുന്ന താമരയിൽ ഒരു ചളിയും വെള്ളവും ഒട്ടിപ്പിടിക്കാത്ത പോലെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചളിത്തട്ടിലിരിക്കുന്ന മനസ്സിനെ അതൊന്നും ബാധിക്കാതിരിക്കണമെങ്കിൽ താമരയുടെ കാര്യത്തിൽ അതിലൊരു എണ്ണമയം ഉള്ളത് കൊണ്ടാണ് അതിൽ വെള്ളമൊന്നും ഒട്ടിപ്പിടിക്കാത്തത്. നമ്മുടെ മനസ്സിൽ ദുഃഖങ്ങളും വിഷമങ്ങളും അസ്വസ്ഥതകളും ഒട്ടിപ്പിടിക്കുന്നതിന് കാരണം നമ്മുടെ മനസ്സ് സ്പോഞ്ചായിപ്പോയി. വേണ്ടാത്തതൊക്കെ കയറിയത് പിടിക്കും. അതുകൊണ്ട് രാമകൃഷ്ണ പരമഹംസർ പറയും, നമ്മളുണ്ടല്ലോ ചക്ക മുറിക്കുമ്പോൾ കത്തിയുടെ മുകളിൽ എണ്ണ പുരട്ടിക്കൊള്ളണം. അല്ലെങ്കിൽ ചേന മുറിക്കുന്ന സമയത്ത് കയ്യിലൊക്കെ എണ്ണ പുരട്ടിയില്ലെങ്കിൽ മുറിച്ചു നോക്കൂ, എന്നിട്ട് മുഖം ഒന്ന് തുടച്ചു നോക്കൂ, ബാക്കി എന്താ സംഭവിക്കുക ഞാൻ പറയണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാം അത് ചൊറിയുന്ന സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയാൽ അതൊരിക്കലും ചൊറിച്ചിലുണ്ടാക്കാത്ത പോലെ, ചക്കയാണെങ്കിൽ ഒട്ടലുണ്ടാക്കാത്തതുപോലെ നാമമാകുന്ന എണ്ണ കൊണ്ട് മനസ്സ് നല്ലവണ്ണം പുരട്ടി വെച്ചാൽ ചളിയൊന്നും അതിൽ പറ്റില്ല. അപ്പൊ ചളി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വേണ്ടത്ര എണ്ണ തേച്ചിട്ടില്ല എന്നർത്ഥം. എണ്ണ തേച്ചിട്ടുണ്ടോ ചളി പറ്റില്ല. എണ്ണ തേച്ചിട്ടില്ലേ എന്തേ ഉണ്ടാവുള്ളൂ? ചളി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഈ എണ്ണ പുരട്ടൽ അത്ര എളുപ്പമല്ല. മനസ്സിൽ എണ്ണ പുരട്ടുക എന്നൊക്കെ പറയാനൊക്കെ ഇത്തിരി എളുപ്പമാണ്. ശരീരത്തിൽ എണ്ണ പുരട്ടുന്ന പോലെയല്ല മനസ്സിൽ. ആണോ? പുരട്ടാത്തോണ്ടല്ല, പിടിച്ചു നിൽക്കണില്ല അവിടെ. എന്താ ചെയ്യുക? കുറേ മെനക്കെട്ട് നോക്കുന്നുണ്ട് നമ്മളൊക്കെ. പക്ഷെ പണ്ടത്തെ തുരുമ്പ് അവിടെ ഒരുപാട് കിടക്കണമുണ്ട്. ഈ എണ്ണ കയറി അങ്ങോട്ട് എന്താ ഒന്നും മിണ്ടാത്തത്? എണ്ണ കയറി പിടിക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, വീണ്ടും പുരട്ടിക്കൊണ്ടേയിരുന്നാൽ ക്രമേണ ഈ തേപ്പ് പണിക്കാരുണ്ടല്ലോ, ഒറ്റയടിക്ക് തേച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ആദ്യം അവരൊന്ന്
റഫൊക്കെ ചെയ്ത് പിന്നെ അതിനെ സ്മൂത്താക്കി പിന്നെ പുട്ടിയിട്ട്, അങ്ങനെയല്ലേ ഓരോ പ്രക്രിയയിലൂടെയാണ് അവര് ആ ഒരു വീടിനെ നല്ല പെർഫെക്റ്റ് ആക്കി തരിക. ആണോ? ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെയാണ് മനസ്സിനെ ഒറ്റയടിക്ക് നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റില്ല. അനസ്യൂതമായ നിരന്തരമായ ഒരു പരിശ്രമം കൊണ്ട് മാത്രം മനസ്സിനെ നമുക്ക് പടിപടിയായി ഉയർത്താം. അതാണ് താമര, വെള്ളത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന താമര ഭഗവാൻ കയ്യിൽ വെച്ചിരിക്കുന്നത്. മനസ്സിന്റെ പ്രതീകമാണ്, സമചിത്തമായ മനസ്സിന്റെ പ്രതീകമാണ് ഇത്. സമചിത്തമായ മനസ്സിന്റെ പ്രതീകമാണ് താമര. താമര കൂമ്പി അടഞ്ഞ താമരയല്ല. എങ്ങനെയുള്ള താമരയാണ്? എങ്ങനെയുള്ളതാണ്? വിടർന്ന താമര. ആ വിടർന്ന താമരയിലേക്ക് വെള്ളം വീണാലും താഴെയുള്ള ചളിയും അതിൽ പറ്റുന്നില്ല, മുകളിൽ നിന്ന് വെള്ളം വീണാലും അതിൽ ഒട്ടി നിൽക്കുന്നില്ല. ഇതുപോലെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവും ഒന്നും മനസ്സിനെ തളർത്താനോ അലട്ടാനോ അനുവദിക്കരുത്. അവസാനത്തതാണ് ഭഗവാന്റെ കയ്യിലുള്ള സുദർശന ചക്രം. ശരിക്കും പറഞ്ഞാൽ ഓൾഡ് ചിത്രങ്ങൾ, പഴയ ചിത്രത്തില് ഭഗവാന്റെ സുദർശന ചക്രം ചൂണ്ടുവിരലിലായിരുന്നു. പഴയ കാലത്തെ ചിത്രത്തില്. ഇപ്പോഴാണിത് സ്പോർട്സിൽ പങ്കെടുത്ത ചിത്രമായതാണ്. ഇത് ഒളിമ്പിക്സ് ചിത്രം പോലെ. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ കയ്യിലല്ല ചക്രം. ഭഗവാന്റെ എവിടെയാണ്? ഇപ്പോഴത്തെ ചിത്രങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ. ഇപ്പം ഭഗവാൻ എങ്ങനെ ചക്രം പിടിച്ചിരിക്കുന്നത്? ഇവിടെ ഉണ്ടോ? കണ്ടില്ലേ? ഡിസ്ക് എറിയുന്ന പോലെയാണിത്. ഇത് എങ്ങനെ കലാകാരന് ഒരു അബദ്ധം പറ്റിയതാണ്. ശരിക്കും ഇങ്ങനെ ഡിസ്ക് പിടിച്ചിരിക്കുന്ന പോലെയല്ല ചക്രം, അത് ചൂണ്ടുവിരലിലാണ്. കാരണം അതിൻ്റെ ഒരു അർത്ഥം അറിയാത്ത ഒരാൾ വരച്ച ചിത്രമായിരിക്കണം അത്. കാരണം ആ ചക്രത്തിന്റെ പേര് സുദർശനം എന്നാണ്. ഏതാണ്? സുദർശനം. അതെന്തിനാ ചൂണ്ടുവിരലിലിട്ടത്? ചൂണ്ടുവിരൽ അഹത്തിന്റെ പ്രതീകമാണ്. ഇതിന്റെ അഹം 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 അഹം. എപ്പോഴും ഞാനെന്ന ഭാവം ഉണർന്നു വരുമ്പോൾ, ഉയർന്നു വരുമ്പോൾ നമ്മൾ ഉയർത്തുന്ന വിരൽ ഏത് വിരലാ ഉയർത്തുക? ഇന്ന് വരെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏത് വിരലാണ്? ഈ ചൂണ്ടുവിരലാണ്. ഇത് അഹം. ഈ അഹത്തിനെയാണ് നമുക്ക് സുദർശനമാക്കേണ്ടത്. ഇപ്പോഴത്തേതോ കുദർശനമാണ്. ഇപ്പോഴത്തെ ദർശനം വേണ്ടാത്തതാണ് കാണുന്നത്. എല്ലാറ്റിലും ദൈവീകത കാണാൻ സാധിക്കണമെങ്കിൽ അവനവനിൽ ആദ്യം ആരെ കാണണം? ദൈവീകത കാണുക. തന്നിൽ വിഷ്ണുവിനെ കണ്ടാൽ സർവ്വതിലും വിഷ്ണുമയം ജഗത്. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത്. രാമകൃഷ്ണ പരമഹംസർ പറയും, ഒരു ചെമ്പിൽ പാത്രത്തിലെ ഒരു വറ്റു വെന്താൽ ഉറപ്പിച്ചോളൂ എല്ലാവറ്റും വന്നിട്ടുണ്ടെന്ന്. ഇതുപോലെ ആരാണോ ആത്മനി കൃഷ്ണം പശ്യേത്, ആത്മനി തന്നിൽ കൃഷ്ണനെ കാണുന്നത്, അവർക്ക് സർവം കൃഷ്ണമയം എന്നാണ്. അവർക്കാരെ കാണാൻ പറ്റും? അവർക്കാരെ കാണാൻ പറ്റും? യാതൊന്നു കൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നു ദുഃഖഹരി നാരായണായ നമ. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാം, വദാമി നാരായണ നാമനിർമ്മലം, സ്മരാമി നാരായണ തത്വമവ്യയം. അങ്ങനെ തന്നിൽ നാരായണ ശക്തി കണ്ടാൽ സർവ്വതിലും ആരെ കാണാം? ആരെ കാണാം? നാരായണനെ കാണാം. അപ്പൊ തന്നിൽ കാണുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതാണ് സുദർശനം, ഏറ്റവും വലിയ ദർശനം. ഇപ്പൊ നിങ്ങളിൽ കൃഷ്ണനെ കാണുന്നുണ്ടെങ്കിൽ സുദർശനായി. നിങ്ങളിൽ കാണുന്നത് ദുഃഖിയായിട്ടുള്ള ഒരുപാട് പരാതി, ആവലാതി, എന്താണ് കുറെ കംപ്ലൈന്റുകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും
ഒക്കെ ഉള്ള ഒരാളെയാണ് നിങ്ങളിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സുദർശനല്ല കാണുന്നത്. ഏത് ദർശനമാണത്? കുദർശനം. ഏതാണ്? എല്ലാം കേരളത്തിൻ്റെയൊക്കെ കെ വെച്ചിട്ടല്ലേ? ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് കൂടിയുള്ളൂ നമുക്ക്. അപ്പൊ കേരളത്തിനൊക്കെ കെ വെച്ചിട്ടല്ലേ? കേരളയില് മറ്റേ എല്ലാം. ഇതുപോലെ നമ്മളിൽ ഏത് കാണരുത്? കുദർശനം ഉണ്ടാവരുത്. ഏത് ദർശനം വേണം? ഏത് ദർശനം വേണം? അതിനെന്ത് വേണം? ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. തന്നെ നാമത്തിലേക്ക് അർപ്പിച്ച് നാരായണായേതി സമർപ്പയാമി. അപ്പൊ ആരെ കാണാം? ഒരു പുഴ എപ്പോഴാ കടലിലേക്കാണ്? ഒരു പുഴ എപ്പോഴാ കടലിലേക്കാണ്? ആ പുഴ കടലിലേക്ക് തന്നെ ചേർക്കുമ്പോഴാണ്. അപ്പൊ നമ്മളെപ്പോഴാ ഭഗവാനെ കാണുക? നമ്മളങ്ങോട്ട് ഭഗവാന്റെ നാമത്തിലേക്ക് നമ്മളെ അർപ്പിക്കണം, ലയിപ്പിക്കണം, ചേർക്കണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ ചില സാധനങ്ങളൊക്കെ അരയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് മഞ്ഞൾ പോലുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് അരഞ്ഞു കിട്ടുമോ? പെട്ടെന്ന് അറിയോ? അരച്ച് ഉടച്ച് അവസാനം അതങ്ങനെ പേസ്റ്റ് പോലെ ആക്കുന്ന പോലെ നാമവും മനസ്സും തമ്മിലൊരു പേസ്റ്റായിട്ട് മാറേണ്ടതുണ്ട്. അതെപ്പോഴും ഓർത്തോളൂ. ഭഗവാനെ മനസ്സ് കാണിച്ചു തരുന്നത് മനസ്സ് നാമത്തിൽ അലിയുന്ന നിമിഷത്തിലാണ്. മനസ്സ് നാമത്തിൽ അലിയാത്തോടെ കാലം മനസ്സിന് ആരെ കാണിച്ചു തരാൻ പറ്റില്ല? ആരെ കാണിച്ചു തരാൻ പറ്റില്ല? ഗീതയിൽ 7-ാം അധ്യായത്തില് 25-ാം ശ്ലോകത്തില് കൃഷ്ണൻ പറയുന്നുണ്ട്, എനിക്ക് എല്ലാവർക്കും ദർശനം കൊടുക്കണം എന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാ പറ്റാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഹം പ്രകാശ സർവ നാഹം 7:25 നാഹം എന്താ ശ്ലോകം? പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോ മാം അജം അവ്യം നാഹം പ്രകാശ സർവസ്യ. എല്ലാവരിലും ഞാൻ ഉണ്ട്, പ്രകാശമുണ്ട്. പക്ഷെ എല്ലാവർക്കും ഞാൻ അങ്ങോട്ട് പ്രകാശിക്കുന്നില്ല. കാരണം എന്താണ്? യോഗമായ. എല്ലാവരുടെ ഉള്ളിലും ഈ വേണ്ടാത്ത ചിന്തകളുടെ ഒരു മായ മൂടിക്കിടക്കുകയാണ്, മൂടൽ കിടക്കുകയാണ്. കാർമേഘം നിറഞ്ഞു വന്നാൽ സൂര്യനെ നമുക്കൊരിക്കലും കാണാൻ പറ്റാത്തത് പോലെ നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ അങ്ങനെ വരുമ്പോൾ ആ ദൈവീകമായൊരു ദർശനം നമുക്ക് നഷ്ടപ്പെട്ടു പോകണം. ആ ദൈവീകമായൊരു ദർശനം നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ഈ മനസ്സിന്റെ മായ നീക്കണം. അതിനെങ്ങനെ മായ നീങ്ങുക? എങ്ങനെയാ മായ നീക്കാൻ പറ്റുക? മായ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസന. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസന. വാസനയുടെ സ്വഭാവം എന്താണ്? ഉള്ളിലുള്ള ഭഗവാനെ മറയ്ക്കുക, വേണ്ടാത്ത ദുരിതങ്ങളും ദുഃഖങ്ങളും വേണ്ടാധീനങ്ങളും ഒക്കെ കാണിച്ചു തരിക. വേണ്ടാത്ത ഒക്കെ നമുക്ക് കാണിച്ചു തരും. ആരെ കാണിച്ചു തരില്ല? ആരെ കാണിച്ചു തരില്ല? സിനിമ കാണാറില്ലേ നിങ്ങള്? സിനിമ കാണാറില്ലേ? സിനിമ സ്ക്രീനിലാണ് വരുന്നത് അല്ലേ? പക്ഷെ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു സ്ക്രീനിലാണ് വരുന്നതെന്ന് നിങ്ങൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിയും കൂടെ പോയി. എന്നാൽ ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ എവിടെയാ വരുന്നത്? പറയൂ. ഒരു സ്ക്രീനിലാണ്. ആണോ? അതൊരു സ്ക്രീനിലാണ് സംഭവിക്കുന്നതെന്ന് ആ കഥയിൽ മുഴുകുമ്പോൾ നിങ്ങൾ വല്ലതും അറിയണ്ടോ? പിന്നെ നിങ്ങൾ എന്താ കാണറിയും എന്നൊക്കെ പറഞ്ഞ് ഓരോ സങ്കടമുള്ള കഥകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കടന്ന് മൂക്കൊക്കെ വലിച്ച്, ആണോ? ചിലരാണെങ്കിൽ കണ്ണുനീരൊക്കെ ഒപ്പും സങ്കടമൊക്കെ ആവും. ആണോ? എന്തോ മിണ്ടാത്ത നിങ്ങൾ? ആണോ അല്ലയോ? അപ്പൊ ഇതൊരു സ്ക്രീനിൽ നടക്കുന്ന വിവരം നമ്മൾക്ക് അറിയാം. പക്ഷെ നമ്മൾ ആ കഥയിലേക്ക് മുഴുകുമ്പോൾ അതെല്ലാം മറന്നുപോകുന്ന പോലെ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ മായ ഉള്ളിലുള്ള ഭഗവാന്റെ വെളിച്ചത്തെ മറപ്പിക്കും. വേണ്ടാത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യും. അതുകൊണ്ട് മായയെക്കുറിച്ച് പറയുമ്പോൾ പറയും, രാമായണത്തിൽ പറയും,
ആവരണ വിക്ഷേപം രണ്ടുണ്ടല്ലോ എന്ന്. ഒന്ന് സത്യത്തെ മറയ്ക്കുക, രണ്ട് വേണ്ടാത്ത ദുരിതങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്ന സ്വഭാവം ആർക്കുണ്ട്? മായയ്ക്കുണ്ട്. അപ്പൊ ഈ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ഒരു വഴിയേ ഉള്ളൂ. എന്താ വഴി? ജപിച്ച് 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 മനസ്സിനെ ഒരു പരുവത്തിലാക്കണം. അങ്ങനെ മനസ്സ് അവസാനം നാമത്തിലേക്ക് മുഴുകുമ്പോൾ കുറെ കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഭഗവാനെ അതേ മനസ്സ് തന്നെ കാണിച്ചു തരും. മനസ്സിലായില്ലേ? മനസ്സിന് ഭഗവാനെ ഉള്ളിൽ കാണിച്ചു തരാൻ സാധിക്കും. ഇത് ഓർത്തോളൂ നിങ്ങൾ. നമ്മളൊക്കെ യോഗ്യരാണ്. ആരെ കാണാൻ? ആരെ കാണാൻ? അത് ആരാ കാണിച്ചു തരിക? കണ്ണല്ല കാണിച്ചു തരിക. ആരാ കാണിച്ചു തരിക? മനസ്സ് കാണിച്ചു തരും. മനസ്സ് കാണിച്ചു തരും. പക്ഷെ ആ മനസ്സത് കാണിച്ചു തരണമെങ്കിൽ അത്രയും മനസ്സിന് ഭഗവാനെ കാണിച്ചു തരാനുള്ള ആ കഴിവുണ്ടാവണമെങ്കിൽ അത്രയും നാമത്തിലേക്ക് അതിനെ കൊണ്ടുപോകണം. ഈ പണി നിങ്ങൾ എടുക്കാൻ തയ്യാറുണ്ടോ? ഭഗവാനെ കാണാൻ നിങ്ങൾ യോഗ്യരാണ്. പലരും എന്ത് ചെയ്യും? പണിയെടുക്കാൻ നോക്കുകൂലിക്കാരാണ് പലരും. പണിയെടുക്കാതെ കൂലി വേണം. അതല്ലേ കേരളത്തിന്റെ പ്രത്യേകത? പണിയെടുക്കില്ല, പക്ഷെ എന്ത് വേണം? നോക്കുകൂലി വേണം. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആരും മെനക്കെടാൻ തയ്യാറില്ല. കാലത്തെണീക്കണം, നാമം ജപിക്കണം, ഒക്കെ മെനക്കെട്ട് പോയാൽ ഈ ജന്മം ഇഹൈവ ഇവിടെ തന്നെ പ്രാക്ശരീര വിമോക്ഷണാൽ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ദൃഷ്ടും. ആരെ കാണാൻ പറ്റും? കാണണം താല്പര്യമുണ്ടോ? ആർക്കുണ്ട് താല്പര്യം? താല്പര്യമുണ്ടോ? ശരിക്കും വേണ്ട സ്വാമി, ഞങ്ങൾ ഗുരുവായൂർ പോയി കണ്ടോളാന്ന്. അതാർക്കും സാധിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിന് പൊരുൾ മനസ്സിലായില്ലേ? യദൃശ്യതേ ശ്രൂയതേ വിവ അന്തർബഹിഷ്ഠത സർവം. അന്തർ ഉള്ളിൽ. എവിടെയാണ് യശോദാദേവിയോട് കൃഷ്ണനെ കാണാൻ പറയുന്നത് എന്നറിയോ? യശോദാദേവിയോട് കൃഷ്ണനെ കാണാൻ എവിടെയാ പറയുന്നത് അറിയോ? യശോദാദേവിയോട്. അതായത് കൃഷ്ണൻ 14 വർഷം വൃന്ദാവനമൊക്കെ താമസിച്ച് പോയി. പിന്നീട് മധുരയ്ക്ക് പോയപ്പം യശോദാദേവിക്ക് ഭയങ്കര സങ്കടമായി. കാരണം വളർത്തിയ ഉണ്ണി പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ, കുട്ടി പോയാൽ ഏതമ്മയ്ക്കൊരു വിഷമുണ്ടാവില്ലേ? ഉണ്ടാവൂ. പ്രത്യേകിച്ച് അമ്മമാർക്ക് കുറച്ചുകൂടി മക്കളോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലാണ്. അപ്പൊ കാരണം അവര് നൊന്ത് പ്രസവിച്ച പാല് കൊടുത്ത് വളർത്തിയതാണ്. ആ രക്തവുമായിട്ട് അത്രയും ഒരു ബന്ധമുണ്ടാവും. പക്ഷെ കൃഷ്ണൻ അവിടുന്ന് പോയതിന് ശേഷം പിന്നീട് കൃഷ്ണൻ അങ്ങോട്ട് അമ്മയെ കാണാൻ വന്നില്ല. അങ്ങനെയാണ് ഉദ്ധവരെ പറഞ്ഞയക്കുന്നത്. ആ ഉദ്ധവര് യശോദാദേവിയോട് പറയാണ്, നിങ്ങൾ രണ്ടുപേരും ഭാഗ്യം ചെയ്തവരാണ്, നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്തവരാണ്. പക്ഷെ ഇനി കൃഷ്ണനെ കാണേണ്ടത് എവിടെയാണ്? ദശമസ്കന്ധം 46-ാം അധ്യായത്തില്. ദശമസ്കന്ധം, അതിനാണ് ഈ ഭാഗവതമൊക്കെ എടുത്ത് പഠിക്കുന്നത്. ഇത് കൃഷ്ണൻ ഉപദേശിച്ചത് ഉദ്ധവര് പറഞ്ഞു കൊടുക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് 36-ാം ശ്ലോകത്തില്. 46-ൽ 36. മാഖിദ്യത മഹാഭാഗ, ഈ മഹാഭാഗ്യം ചെയ്തവരെ, മാഖിദ്യത. കൃഷ്ണൻ പോയി എന്ന് പറഞ്ഞിട്ട് ഖേദിച്ചിരിക്കരുത്. മാഖിദ്യത. കൃഷ്ണൻ ഞങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോയി, കൃഷ്ണൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, ഇത്ര കാലം കൃഷ്ണനെ എടുത്ത് വളർത്തിയില്ലേ എന്നൊന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ഒരിക്കലും ഇരിക്കരുത്. മാഖിദ്യത മഹാഭാഗ ദ്രക്ഷ്യത കൃഷ്ണം അന്തികേ. ഇനി എവിടെ കൃഷ്ണനെ കാണേണ്ടത്? അന്തർഹൃദീഭൂതാനാം. മനസ്സിലാവില്ലേ? എവിടെ കാണാൻ പറയുന്നത്? എവിടെ കാണാൻ പറയുന്നത്? പുറത്താണോ കാണാൻ പറയുന്നത്? അന്തർഹൃദി. ഹൃദി പറഞ്ഞാൽ ഹൃദയത്തിൽ കൃഷ്ണനെ കാണാൻ പറയാണ്. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ കൃഷ്ണൻ വന്നാൽ കൃഷ്ണൻ പറയുന്നത് എന്തായിരിക്കും? എവിടെ കാണാനാ പറയാ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? അപ്പം ഈ ജന്മം കൃഷ്ണനെ കാണാൻ ഭാഗ്യം നമുക്കുണ്ട്. ആ ഭാഗ്യം നമുക്ക് പൂർണ്ണമായി അനുഭവിക്കണമെങ്കിൽ മനസ്സിനെ അതിന് യോഗ്യതയുള്ളതാക്കി തീർക്കണം. ആ പണി ആരുടെ കയ്യിലാ? കൃഷ്ണന്റെ കയ്യിലോ?
എളുപ്പമായ കാര്യങ്ങള്. അതാര് പണിയെടുക്കണം? നമ്മൾ പണിയെടുക്കണം. അപ്പൊ നോക്കൂ, ഇവിടെ പണിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഇവിടെ മെനക്കെടാൻ തയ്യാറുണ്ടെങ്കിൽ, ഇവിടെ സാധന ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഈ ജന്മം ഉള്ളിൽ ആരെ കാണാം? എന്തൊരു ഭാഗ്യം ചെയ്തവരാ നോക്ക്. ഇതിനും വലിയ ലോട്ടറി വേണോ നിങ്ങൾക്കിനി? അഹോഭാഗ്യം, ഇതിൽ പരം ഭാഗ്യം വേണോ? അത്രയും ഭാഗ്യം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം പറയാനൊക്കെ ഇത്തിരി എളുപ്പമാണ്, പക്ഷെ പണിയെടുക്കാൻ തുടങ്ങുമ്പോഴല്ലേ അറിയാം അത്ര എളുപ്പമൊന്നല്ല. കാരണം വലിയൊരു കാട്ടിൽ അകപ്പെട്ടു പോയല്ലോ. ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കൽ അത്ര എളുപ്പമല്ല. അപ്പോഴാണ് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഉള്ളിലുള്ള സകല ഏടാകൂടങ്ങളും നിങ്ങൾ കാണാൻ തുടങ്ങുക. ഉള്ളിലുള്ള എല്ലാ വേണ്ടാത്ത ചിന്തകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പൊങ്ങി വരും. ഇതിനെ മറികടക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം. അതിൽ വിജയിച്ചവരാണ് ഗോപികമാര്. അതുകൊണ്ടാണ് ഗോപികമാര് പാടിയത് നകല്ലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃ വികനസാർത്തിതോ വിശ്വഗുപ്തയേ സഗവുദേവാൻ സത്വതം കുലേ നകലു ഗോപിക. ഞങ്ങൾക്ക് അവിടുന്ന് കേവലം യശോദാദേവിയുടെ പുത്രനല്ല കൃഷ്ണ. പിന്നെയോ നകലു ഗോപിക നന്ദനോഭവൻ, അവിടുന്ന് യശോദാദേവിയുടെ പുത്രനല്ല ഞങ്ങൾക്ക്. പിന്നെയോ അഖിലദേഹിനം അന്തരാത്മ, എല്ലാവരുടെയും. അപ്പൊ അവര് ഗോപികമാരും കൃഷ്ണനെ എവിടെ കണ്ടത്? അതുകൊണ്ടാണ് കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് പോയിട്ടും ഗോപികമാരെന്നും മാനസികമായി തളരാതിരുന്നത്. അവരത്രയും കൃഷ്ണനെ ഉള്ളിൽ കണ്ട് അനുഗ്രഹീതരായി. ഗോപികമാര് കൃഷ്ണനോട് അവസാനം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. നാളെ സന്ദർഭം വരുമ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കും. ഏതായാലും ഇപ്പോഴൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപികമാരെ പിന്നീട് കാണുന്നത് സമന്ത പഞ്ച തീർത്ഥത്തിൽ വെച്ചിട്ടാണ്. അതായത് പാണ്ഡവരും കൗരവരും യുദ്ധമൊക്കെ കഴിഞ്ഞ് കൗരവർക്ക് വേണ്ടി തർപ്പണാദി കർമ്മങ്ങളൊക്കെ ചെയ്ത പുണ്യക്ഷേത്രമാണ് സമന്ത പഞ്ചക തീർത്ഥം. ഏതാണ്? ഈ സ്ഥലത്താണ് പിന്നീട് കൃഷ്ണൻ കാണുന്നത്. അതൊരു സൂര്യഗ്രഹണ സമയത്ത്. ഭാരതത്തിൽ അങ്ങനെയുണ്ട്, നമ്മുടെ കേരളത്തിൽ അത് കുറവാണ്. പണ്ട് കാലത്ത് ഗ്രഹണ സമയത്തൊക്കെ വീട്ടിലെല്ലാം അടച്ചു വെച്ച് എല്ലാവരും മുങ്ങിക്കുളിക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അതൊക്കെ പഴയ കാലം അല്ലേ. എന്നിട്ട് പിന്നെ വീട്ടിലെ അടുക്കളയൊക്കെ ഒന്നുകൂടി ആക്റ്റീവ് ആവുള്ളൂ. അതുവരെ എല്ലാ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. നോർത്തിൽ ഇപ്പോഴും ഈ ഗ്രഹണ ദിവസങ്ങളിൽ അവര് അമാവാസിയിൽ ശരി പൗർണമിയിൽ ശരി എല്ലാവരും ഹരിദ്വാറിലൊക്കെ ഒന്ന് പോയി യമുനയിലൊക്കെ ഒന്ന് മുങ്ങും. അതിപ്പോഴും ഉണ്ട്, ഈ കാലഘട്ടത്തിലും ഉണ്ട്. അതുകൊണ്ടാണല്ലോ നോക്ക് നിങ്ങൾ, നമുക്ക് പമ്പാ നദി എല്ലാവരും അവിടെ എത്ര പേര് അവിടെ പോയി ശബരിമലയ്ക്ക് പോകുന്നവര് മുങ്ങുന്നുണ്ട് അല്ലേ? അല്ലാതെ എത്ര പേര് പോയി മുങ്ങുന്നവര്? ഇപ്പൊ നോക്കൂ നിങ്ങൾ, ആ കുംഭമേളയ്ക്ക് എത്ര ആളുകളാണ് മുങ്ങുന്നത്. അപ്പൊ ഇത്രയും എന്താ പറയുക, ആളുകൾക്ക് ഒരു ഭക്തി ഭാരതത്തിലുണ്ട്. അപ്പൊ ഈ ഗോപികമാരെ കൃഷ്ണൻ കാണുന്നത് എവിടെ വെച്ചിട്ടാണ്? കൃഷ്ണൻ അവിടെയോട് പറയുന്നുണ്ട്, ഗോപികമാരെ ക്ഷമിക്കണം, ഞാൻ വൃന്ദാവനത്തിൽ വരാം എന്നൊക്കെ പറഞ്ഞു, എനിക്ക് പക്ഷെ വരാൻ കാലം അനുവദിച്ചില്ല എന്നെ. എന്നിട്ട് അവരെ ആശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചതൊക്കെ ചോദിച്ചു, എന്ത് വരം ആണ് ഞാൻ തരേണ്ടത്? എന്ത് വരം വേണമെങ്കിലും ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ കൃഷ്ണൻ അവരോട് വരം ചോദിക്കാൻ പറയാണ്. ആ സമയത്ത് അവർ ചോദിക്കുന്ന ഒരു വരമുണ്ട്. ഇതാണ് നിങ്ങളൊക്കെ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും ഭഗവാനോട് ചോദിക്കേണ്ടത്. അതാണ് ഗോപികമാര് ചോദിച്ചതാണ്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 10-ാം സ്കന്ധം 82-ാം അധ്യായത്തില്. 10-ാം സ്കന്ധത്തില് 82-ാമത് അധ്യായത്തില് ഏറ്റവും എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും. ലാസ്റ്റ് ശ്ലോകം 46-ാം ശ്ലോകം, ദ ലാസ്റ്റ് വേഴ്സ്, അവസാനത്തെ ശ്ലോകം. അവിടെ ഗോപികമാര് പറയണു, ആഹുശ്ചതേ നളിനനാഭപതാരവിന്ദം യോഗേശ്വരേ ഹൃദി വിചിന്യമഗാധബോധയേ സംസാരകൂപപതിദുത്തരണാവലംബം
ഗേഹം ജുഷാമഭി മനസ്സി ഉദിയൽ സദാന്ന. ഞങ്ങൾക്ക് വേറെ ഒരു വരവും വേണ്ട, വേറൊരു അനുഗ്രഹവും വേണ്ട. ഞങ്ങള് സംസാരകൂപപതിതം, ജീവിതത്തിന്റെ ഓരോ വിഷമങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ വീണ് കിടക്കുന്നവരാണ്. എപ്പോഴാ ഏത് ദുരിതം വരിക എന്ന് ആർക്കറിയാം? ഇങ്ങനെ പല ദുരിതങ്ങളെയും അഭിമുഖീകരിക്കേണ്ട ഞങ്ങൾക്ക് ഒരൊറ്റ അനുഗ്രഹം മാത്രം മതി. സദാ മനസ്സി ഉദിയാത്, എപ്പോഴും മനസ്സിൽ ഒരു കാര്യം ഉദിച്ചാൽ മതി. എന്ത് ഉദിക്കണം? നളിനനാഭ പദാരവിന്ദം ഏക അവലംബനം. ഭഗവാന്റെ പാദം മാത്രമാണ് ഞങ്ങൾക്കൊരു, ഭഗവാന്റെ നാമം മാത്രമാണ് ഒരു ആലംബനമുള്ളത്, അവലംബനമുള്ളത്, ആശ്രയമുള്ളത്. അതുകൊണ്ട് എപ്പോഴും മനസ്സ് അതിൽ തന്നെ പിടിച്ചു കെട്ടിയിടാൻ അതിന് മാത്രം അനുഗ്രഹിച്ചാൽ മതി. ഞങ്ങളുടെ ദുഃഖം തീർക്കണം, ഞങ്ങളുടെ സങ്കടങ്ങൾ മാറ്റണം എന്നൊന്നും അവർ പറഞ്ഞില്ല. നിങ്ങൾ നോക്കുക, ശ്ലോകം നോക്കൂ, നിങ്ങൾ അർത്ഥാവില്ലേ നിങ്ങൾക്ക്? ആഹുശ്ചതേ നളിനനാഭവദാരവിന്ദം. കാണുന്നുണ്ടോ? കൃത്യം അതുകൊണ്ട് ശ്ലോകം പറഞ്ഞു തരുന്നത് കാണുന്നുണ്ടോ? 82-ാം അധ്യായത്തിലെ ഏറ്റവും ഒടുവിലത്തെ ശ്ലോകം. ആഹുശ്ചതേ, ചൊല്ലു എല്ലാവരും. ആഹുശ്ചതേ നളിനനാഭവദാരവിന്ദം യോഗേശ്വരേ ഹൃദി വിചിന്യമഗാധബോധൈ സംസാരകൂപം പതിതം സംസാരകൂപപതിതോത്തരണാവലംബം. അവലംബം വാക്കുകൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ എല്ലാവരും? കേഹം ചുഷാമവി മനസ്സി ഉദിയൽ സദാന്ന. സദാ സദാ എപ്പോഴും മനസ്സിൽ ഉദിക്കട്ടെ. എന്താ ഉദിക്കേണ്ടത്? നളിനനാഭപദാരവിന്ദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാന്റെ പാദാരവിന്ദം മനസ്സിൽ ഉദിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാമജപത്തിലും മറ്റും മാത്രമായിരിക്കണം ഞങ്ങളുടെ മനസ്സ് നിൽക്കേണ്ടത്. കാരണം എപ്പോഴാണ് ഏത് ദുരിതം വരിക എന്ന് ഞങ്ങൾക്ക് അറിയില്ല. സംസാരകൂപപതിതം, സംസാരത്തിന്റെ കൂപത്തിൽ വീണിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ശക്തിയും ധൈര്യവും അവിടുത്തെ നാമത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ കൃഷ്ണ. അതിന് മാത്രം ഞങ്ങൾ അനുഗ്രഹിച്ചാൽ മതി. യോഗീശ്വരന്മാരായ ആളുകൾ എപ്രകാരമാണോ അവിടുത്തെ നാമത്തിൽ മുഴുകി ആനന്ദം അനുഭവിക്കുന്നത്, ഞങ്ങൾക്കും അവിടുത്തെ നാമത്തിൽ മുഴുകി ജീവിതം ധന്യമാക്കാൻ അനുഗ്രഹം തരൂ എന്ന് പറയുന്ന ഗോപികമാരുടെ ആ ഭക്തിയല്ലേ വേണ്ടത്? ആണോ അല്ലയോ? ഇതൊക്കെയാണ് നമ്മൾ വായിക്കേണ്ടത്, പഠിക്കേണ്ടത്. ഇതാണ് കൃഷ്ണനിലൂടെ ജന്മം സഫലമാക്കിയ ഗോപികമാരുടെയൊക്കെ കഥകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. കൃഷ്ണന്റെ കൂടെ ജീവിച്ച ഗോപികമാര് ഇനി ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങൾക്ക് അങ്ങയുടെ കൂടെ നിൽക്കണം എന്നൊന്നും പറഞ്ഞില്ല. കൃഷ്ണ വരൂ വൃന്ദാവനത്തിലേക്ക് എന്നവർ പറഞ്ഞില്ല. ഉണ്ടോ? കൃഷ്ണനെ അവർ വൃന്ദാവനത്തിലേക്ക് വിളിക്കില്ല. അവരും കൃഷ്ണനോട് ആവശ്യപ്പെടില്ല, ഞങ്ങൾ എന്തിനാ ഇനി വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയക്കുന്നത്, അങ്ങയുടെ കൂടെ നിന്നോട്ടെ എന്നൊന്നും ഗോപികമാര് പറഞ്ഞില്ല. എന്തേ വേണ്ടു? അവിടുത്തെ ആ നാമത്തിൽ മനസ്സിനെ അർപ്പിക്കുവാൻ, ഉറപ്പിക്കുവാൻ, ലയിപ്പിക്കുവാൻ, അതേ ആലംബനമുള്ളൂ എന്നെപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ തോന്നണം എന്ന് മാത്രമാണ് ആ ഗോപികമാര് ആവശ്യപ്പെട്ടത്. ഇതാണ് ശരിക്കും ഭക്തിയുടെ മഹത്വം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്, ജീവിതം സഫലമാക്കുന്നത്. അതാണ് പൊന്താനം ആദ്യം തന്നെ തുടങ്ങും. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങ നാവിന്മേലെപ്പോഴും പിരിയാതിരിക്കണം നരജന്മം സഫല. ഇതൊന്നും നമ്മൾ അത്ര ശ്രദ്ധ വെക്കാറില്ല. കേൾക്കാറുണ്ട് ധാരാളം, പക്ഷെ നമുക്കതിനത്ര പ്രാധാന്യം കൊടുക്കാറില്ല. ഉണ്ടോ? നമ്മൾ പിരിയാതിരിക്കണം എന്നുള്ള വാക്കിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? അതത്ര കെയർ ചെയ്തൊരു ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എത്രയോ പ്രാവശ്യം കേൾക്കുന്നതാണത്. പക്ഷെ പിരിയാതിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിൽ നിന്ന് അതൊരിക്കലും വിട്ടുപോവാതിരിക്കണം. നമ്മൾ എന്തെങ്കിലും അതിനെക്കുറിച്ചൊക്കെ അത്ര ഗൗരവത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. രാവിലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, പീലീലയുടെ ശബ്ദം എത്ര ഘനഗാംഭീര്യത്തോടുകൂടി നമ്മൾ കേൾക്കുന്നു. പക്ഷെ ആരെങ്കിലും ഈ പിരിയാതി, നിങ്ങൾ പാല് പിരിക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാം, മനസ്സിലായില്ലേ? പക്ഷെ ഈ മനസ്സ് നാമത്തിൽ നിന്നും പിരിയാതിരിക്കണം ആരത്ര ശ്രദ്ധ വെച്ചിട്ടുണ്ട്? കേൾക്കാത്തത് കൊണ്ടല്ല, ചിലത് ക്ലിക്ക് ചെയ്യില്ല നമുക്ക്. അതിനാണ് നമുക്ക് ഇത്തരം സത്സംഗങ്ങളൊക്കെ. ആ സത്സംഗത്തിലൂടെയാണ് പലപ്പോഴും നമുക്ക് പലതും കേട്ടത് തന്നെ ആയിരിക്കാം, റെപ്പിറ്റേഷൻ ആയിരിക്കാം, പക്ഷെ ചിലത്
ചില ഇൻസൈറ്റുകൾ അത് നമുക്ക് സ്പാർക്ക് ചെയ്യും നമ്മുടെ ഉള്ളിൽ. പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യും, ഇതായിരുന്നു വേണ്ടത്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാം.